എക്വിലിബ്രിയംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെക്ഷുവാലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരാൾക്ക് മറ്റുള്ളവരുള്ള ലൈംഗിക ആകർഷണത്തിൻ്റെ അഭാവമാണ് സെക്ഷുവാലിറ്റി. ഈ അവസ്ഥയിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ താല്പര്യമോ ആഗ്രഹമോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ തീരെ കുറവോ ഇല്ലാത്തത് തന്നെയോ ആയിരിക്കും. സെക്ഷുവാലിറ്റി ഉള്ളവരെ പറ്റി പറയാനായി ഉള്ള ചുരുക്കെഴുത്താണ് എയ്സ്. ഇതിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. അവയെപ്പറ്റി നമുക്ക് പിന്നീട് കാണാം. എയ്സ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ഒരു ഫ്ലാഗാണ് ഇപ്പോൾ നാം കണ്ടത്. എയ്സ് വിഭാഗത്തിലുള്ളവർ തങ്ങൾ എസെക്ഷലാണെന്ന് സൂചിപ്പിക്കുന്നതിന് വലതുവശത്തെ മിഡിൽ ഫിംഗറിൽ ഒരു കറുത്ത റിങ് ഇടാറുണ്ട്. ഇതിന് എയ്സ് റിങ് എന്നറിയപ്പെടുന്നു. ബ്രഹ്മചര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് അലൈംഗികത. എന്നതിനെ ലൈംഗിക ആകർഷണം അനുഭവിക്കാത്ത ഒരാൾ എന്ന് നിർവചിക്കാം. ലൈംഗിക ആകർഷണം ഇല്ലെങ്കിലും ചില അലൈംഗികർ പൂർണ്ണമായും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടേക്കാം. മറ്റുള്ളവർ അങ്ങനെ ചെയ്തേക്കില്ല. ഇവർ ലൈംഗിക ആകർഷണം അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും ഇവർ ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം ഇല്ലാത്തവരാണ്. എന്നാൽ ചിലർ ലൈംഗിക ആകർഷണമോ ലൈംഗികതയോടുള്ള ആഗ്രഹമോ ഇല്ലാഞ്ഞിട്ടും ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വിവാഹം കഴിച്ചവരായിരിക്കാം. സ്വയം അല്ലെങ്കിൽ പ്രണയ പങ്കാളികളെ ശാരീരികമായി ആനന്ദിപ്പിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള ആഗ്രഹം എന്നിങ്ങനെയുള്ള നിരവധി കാരണങ്ങളാലാവും അവർ അപ്രകാരം ചെയ്യുന്നത്. ചുരുക്കത്തിൽ അപ്പോഴും അവർക്കുള്ള മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സെക്ഷൽ വ്യക്തികൾ ജനസംഖ്യയുടെ 1% ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഗവേഷകർക്ക് അലൈംഗികതയെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇതേപ്പറ്റി സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചസ് നടന്നു വരുന്നു. സെക്ഷുവാലിറ്റിയിൽ തന്നെ ഒരു സ്പെക്ട്രമുണ്ട്. എല്ലാവരിലും പല രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. 1990കളുടെ മധ്യത്തിൽ ഇന്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം മുതൽ വിവിധ അസെക്ഷൽ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി. ഈ കമ്മ്യൂണിറ്റികളിൽ ഏറ്റവും പ്രശസ്തമായത് ഡേവിഡ് ജെ 2001 സ്ഥാപിച്ച അസെക്ഷൽ വിസിബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എവൻ ആണ്. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അലൈംഗികതയെക്കുറിച്ചുള്ള പൊതു സ്വീകാര്യതയും ചർച്ചയും സൃഷ്ടിക്കുകയും ഒരു അലൈംഗിക സമൂഹത്തിൻ്റെ വളർച്ച സുഗമമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എയ്സ് കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നടത്തുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ അവസാന ആഴ്ച ഒരു മീറ്റിംഗ് നടത്താറുണ്ട്. ഡാർസി ലിറ്റിൽ ബാഡ്ജർ ഇവർ ഒരു അസെക്ഷലാണ് എന്ന് മാത്രമല്ല ഒരുപാട് എഴുത്തുകൾ ഇതിനെപ്പറ്റി നടത്തിയിട്ടുണ്ട്. ഇവർ വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഭയാനകമായ വിധത്തിലല്ല. പക്ഷേ അപ്പോഴും ഇവരെ ആളുകൾക്ക് മനസ്സിലാകാത്ത ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമാക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു എയ്സ് കമ്മ്യൂണിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം നമുക്ക് നമ്മളുടെ സമൂഹത്തിന് ഇപ്പോൾ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ കുറേയൊക്കെ ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ അപ്പോഴും എയ്സ് കമ്മ്യൂണിറ്റിയെ പറ്റി അധികം ഒരു അവയർ അല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മുമ്പ് ചില ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം വരുന്ന എണ്ണം നോക്കുമ്പോൾ അത്ര ആൾക്കാരുടെ നമ്പർ കൂടി വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരുമുണ്ട്. ഈ ഒരു വിഭാഗത്തിലുള്ളവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഇവർക്ക് സ്വയമായിട്ട് പോലും ഒരു പരിധിവരെ ഇതിനെപ്പറ്റി തിരിച്ചറിവില്ലാതിരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ഇതിനെപ്പറ്റി തിരിച്ചറിയുന്നു. വിവാഹബന്ധം മോശമാകുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഒരു സഹായത്തിനായി വരുന്നത്. അപ്പോൾ പൊതു സമൂഹത്തിൽ ഇതിനെപ്പറ്റി സ്വന്തമായിട്ട് തന്നെ തൻ്റെ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ് എന്നറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയും അങ്ങനെയുള്ളവരെ പരിചയമുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് അതേസമയം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനോടൊപ്പം. ഇതൊരു രോഗമല്ല, ഇതൊരവസ്ഥയാണ്. അവർ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ LGBTQയിൽ പോലും അവർക്കൊരു സെക്ഷൽ ഡിസയർ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങളിൽ അത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ നൗ.